എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീ ശരീരം സ്വയം സുഖം തേടുമ്പോൾ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം. സ്വന്തം ശരീരത്തെ സ്വയം ഉണർത്തി ലൈംഗിക സുഖം നേടാനുള്ള വഴിയാണ് സ്വയംഭോഗം. തൻ്റെ പങ്കാളിയുമായി സെക്സിൽ ഏർപ്പെടാതെ തന്നെ ലൈംഗിക സുഖം അനുഭവിക്കുന്ന രീതി. സ്വയംഭോഗത്തെക്കുറിച്ച് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വയംഭോഗം തെറ്റല്ല, മറിച്ച് ശരീരം ലൈംഗികമായി പ്രവർത്തന സജ്ജമാണ് എന്നതിൻ്റെ ഒരു തെളിവ്. ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക വളർച്ചയുടെ സൂചകവുമാണിത്. തീർത്തും സ്വകാര്യമായി അല്ലെങ്കിൽ സുരക്ഷിതമായി ലൈംഗിക സുഖം അനുഭവിക്കാൻ ഇതുവഴി സാധിക്കും. അതിനാൽ തന്നെ സ്വയംഭോഗത്തെ പാപമായോ മോശപ്പെട്ട കാര്യമായോ കാണേണ്ട കാര്യമില്ലതാനും. കൗമാരപ്രായത്തിൽ തന്നെ ആണും പെണ്ണും സ്വയംഭോഗം തുടങ്ങുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പുരുഷൻ മാത്രമേ സ്വയംഭോഗം ചെയ്യാറുള്ളൂ എന്ന് സ്ത്രീകൾക്ക് ഇത് പാടില്ല എന്നുമുള്ള ചിന്തയുള്ള ഏറെ പേരുണ്ട്. കപട സദാചാര ബോധത്തിലൂന്നിയ അനാരോഗ്യകരമായ ചിന്താഗതിയാണ് ഈ തെറ്റിദ്ധാരണക്ക് പ്രധാന കാരണം. അതേസമയം അമിത സ്വയംഭോഗത്തിന് അടിമപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഭാവിയിൽ പല ദോഷങ്ങളും ഇതിനാൽ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ലൈംഗിക വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഗർഭാശയഗളത്തിനെ ബാധിക്കുന്ന അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നു. സ്വയംഭോഗ സമയത്ത് യോനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അസിഡിക് ഗുണമുള്ള ദ്രാവകം അവിടെയുള്ള ബാക്ടീരിയകളെയും പൂപ്പലുകളെയും നശിപ്പിക്കുന്നു. ഗർഭാശയ മുഖത്ത് നിന്ന് കൂടുതൽ ദ്രാവകം യോനിയിലേക്ക് ഒഴുകും. ഇത് ഗർഭാശയത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. യോനിയിൽ കൂടുതൽ വഴുവഴുപ്പുണ്ടാക്കും. സാധാരണ ലൈംഗിക ബന്ധത്തിന് ശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിറ്റോസിനും എൻഡോർഫിനും സ്വയംഭോഗശേഷവും ഉണ്ടാകുന്നു. അതുപോലെ ഇടുപ്പിലെ പേശികളെ ചലനാത്മകമാക്കുന്നു. രക്തസമ്മർദ്ദം, പേശീവികാസം, ശ്വാസോച്ഛ്വാസ നിരക്ക്, ശരീരത്തിലെ രക്തമൊഴുക്ക് എന്നിവ കൂട്ടുന്നു. ലൈംഗികത ആരോഗ്യകരമാകുന്നു. മാനസിക സംഘർഷം മൂലമുണ്ടാകുന്ന ഹോർമോൺ തകരാറുകൾ പരിഹരിക്കാനാകും. ഡോപാമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കൂടുന്നു. ഇത് മാനസികവും ശാരീരികവുമായ സുഖം നൽകുന്നു. സ്വന്തം ശരീരത്തോടുള്ള ഇഷ്ടവും മതിപ്പും വർദ്ധിക്കുന്നു. കൂടാതെ ലൈംഗിക രോഗങ്ങൾ പകരാനും ഇടയില്ല. ഇവയാണ് ഇതിന് ഉള്ള ഗുണങ്ങളെന്ന് പറയാവുന്നവ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.